Hello, welcome to Once Upon a Time. Dave Chappelle, Chris Rock, Veer Das, Aziz Ansari ഇവരെല്ലാവരും തന്നെ ഇന്റർനാഷണലി ഫേമസ് ആയിട്ടുള്ള സ്റ്റാൻഡപ്പ് കൊമേഡിയൻസ് ആണ്. ഇനി ഇവരുടെ ഈ ലിസ്റ്റിലേക്ക് ആരൊക്കെ എന്ന ചോദ്യത്തിനുള്ളൊരു വലിയ ഉത്തരമാണ് മലയാള ടെലിവിഷൻ ചരിത്രത്തിൽ തന്നെ സ്റ്റാൻഡപ്പ് കോമഡിക്ക് വേണ്ടിയുള്ള ദി അൾട്ടിമേറ്റ് ഷോ ആയ Once Upon a Time. നമ്മൾ കേട്ടില്ലേ, ദ ഷോ മസ്റ്റ് ഗോ ഓൺ. നമ്മുടെ ഈ ഷോ മസ്റ്റായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് അതിനേക്കാളും മസ്റ്റായിട്ടുള്ള രണ്ടുപേർ ആവശ്യമുണ്ട്. നമുക്കവരെ ഒരുപാട് സ്നേഹം നൽകിക്കൊണ്ട് സ്വാഗതം ചെയ്യാം. ലെറ്റ് മീ ഫസ്റ്റ് വെൽക്കം our very own, the one and only രമേശ് പിഷാരടി. നമ്മളേറെ ഇഷ്ടപ്പെടുന്ന, നമുക്ക് ഏറ്റവും പ്രിയമുള്ള നമ്മുടെ സ്വന്തം പ്രസാദേട്ടൻ. രമേശ് ചേട്ടാ, ഇപ്പൊ ഞാൻ ഇൻട്രൊഡക്ഷനിൽ കുറച്ച് പേരുകൾ പറഞ്ഞല്ലോ. ഇവർക്കൊക്കെ ഒരു പ്രത്യേകത എന്നാൽ ഇവര് സ്റ്റാൻഡപ്പ് കോമഡിയൻസ് മാത്രമല്ല, ലോകം അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഇന്റർനാഷണൽ ആക്ടേഴ്സ് കൂടിയാണ്. ഹോളിവുഡിലൊക്കെ ഒരുപാട് മൂവീസ് ചെയ്തിട്ടുള്ളവരാണ്. ഓക്കെ, അപ്പോൾ രമേശ് ചേട്ടൻ ഇത് പറഞ്ഞതുപോലെ തന്നെ ഒരു സ്റ്റാൻഡപ്പ് കോമഡിയൻ ആണ്, അതുപോലെ തന്നെ ഒരു അഭിനേതാവാണ്, സംവിധായകനൊക്കെയാണ്. രമേശ് ചേട്ടൻ ഇനി എന്നാണ് ഹോളിവുഡിലേക്ക്? ഈ പേരുകാരില്ല എന്ന് മലയാളത്തിൽ വരുന്നു അന്ന് ഞാൻ ഹോളിവുഡിൽ പോകും. ശരിക്കും പറഞ്ഞാല് രമേശ് അങ്ങോട്ട് പോണം, ഹോളിവുഡിൽ പോണം. സായിപ്പിന്റെ ആ ഒരു കരവലയത്തിൽ കിടന്ന് പുള്ളി ശരിക്കും തിളങ്ങണം. അതിന്റെ കാര്യം എന്താന്ന് വെച്ചാല്, ഈ സായിപ്പന്മാര് നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുത്തിയതാ, അവരും അനുഭവിക്കണം സത്യം പറഞ്ഞു. പിന്നെ വേറൊരു കാര്യം പറഞ്ഞാല്, ഈ പണ്ട് കാലത്തൊക്കെ ഈ കോമ്പയറിംഗ് എന്ന് പറയുന്നൊരു സംഭവം ഇല്ലായിരുന്നു. അപ്പൊ കലാഭവനൊക്കെ പണ്ട് 70കളിലൊക്കെ കോമ്പയർ ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു. അപ്പൊ അതൊരു പുതുമയായിരുന്നു, ഒരാൾ വന്ന് പ്രോഗ്രാമിന് മുമ്പിൽ അനൗൺസ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പൊ അന്ന് എനിക്ക് ഓർമ്മ വരുന്ന എഡിച്ചേട്ടൻ എന്ന് പറഞ്ഞൊരു കക്ഷിയുണ്ട്. എഡിച്ചേട്ടൻ, എഡ്വേർഡ് എന്നാണ് പേര്, പക്ഷെ എല്ലാവരും എഡിച്ചേട്ടൻ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ അദ്ദേഹം ഇപ്പൊ ഇല്ല. അപ്പൊ അദ്ദേഹം അനൗൺസ് ചെയ്യുന്ന എപ്പോഴും ഇങ്ങനെയാണ്: പ്രിയമുള്ളവരെ, കൊച്ചി കലാഭവന്റെ ഗാനമേള ആരംഭിക്കുകയാണ്. നിങ്ങളെല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കുന്നു. ഇങ്ങനെ പുള്ളി പറയുള്ളൂ, എല്ലാവരും സംസാരിക്കുമ്പോൾ ഇങ്ങനെ വരുള്ളൂ. ആദ്യമായിട്ടൊരു ഭക്തിഗാനമാണ്. അപ്പോൾ ഭക്തിഗാനം കഴിഞ്ഞ് അടുത്ത ഒരു പാട്ട് പാടാൻ വരുന്നത് പപ്പി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ്. പപ്പി, പപ്പു എന്ന സിനിമയിലൊരു പാട്ടുണ്ട്, പൂ പൂ പൂതാപ്പൂ, പൂ പൂ പൂതാപ്പൂ എന്ന് പറഞ്ഞൊരു ഗാനം കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ അനൗൺസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: അടുത്ത ഗാനം പാപ്പു എന്ന ചിത്രത്തിൽ പൂ പൂ പൂതാപ്പൂ എന്ന ഗാനം ആലപിക്കുന്നു പാപ്പി. തുടരുകയാണ്. നമ്മുടെ ആദ്യത്തെ പെർഫോമറെ വെൽക്കം ചെയ്യുന്നവർ. വെൽക്കം അൻസൽ ഫ്രം ട്രിവാൻഡ്രം. കുറച്ചു നേരത്തേക്ക് ഇത് ഡാൻസ് റിയാലിറ്റി ഷോ ആണെന്ന് വരപ്രസാദേട്ടൻ തെറ്റിദ്ധരിച്ചു. ഇല്ലേ, തെറ്റിദ്ധരിച്ചില്ലേ? അതെ അതെ. അല്ലല്ല, ഇത് ഡയന ചേച്ചി എനിക്ക് ബാക്കിൽ നിന്ന് പഠിപ്പിച്ചു തന്നതാ. ഡയന ചേച്ചിയുടെ വരവുണ്ട് അതിനകത്ത്. അല്ല, കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞായിരുന്നു കൊറിയോഗ്രാഫിക്ക് പൊക്കിയോടെ ഡയന ചേച്ചി. അപ്പൊ ഡയന ചേച്ചി എനിക്ക് പറഞ്ഞു തന്നു കുറച്ച്. അത് ഡയന ചേച്ചിയുടെ വരവെന്ന് പറഞ്ഞാൽ നമ്മൾ കോഴിക്കോട് തുറന്നു വിട്ടിട്ട് കോഴി ഇറങ്ങി പോകുന്ന കണ്ടിട്ടുണ്ടോ? കോഴി അത് തല വെളിയിലേക്ക് ഇടും, നോക്കും, പിന്നെ പുള്ളി ഒന്ന് ചിറക് കാട്ടും, അങ്ങനെ. അതുപോലെയാണ് ഡയാനയുടെ വരവെന്ന് പറയുന്നത്. അതിന് കുറെ ആരാധകരുണ്ട് നമ്മുടെ ഈ പരിപാടിക്ക്. പലരും ഈ തുടക്കം മാത്രം കാണുന്നുണ്ടെന്നാണ്, മുറിച്ച് വെച്ച് കഷ്ണങ്ങളാക്കി കാണുന്നു എനിക്ക് അറിയാൻ കഴിഞ്ഞു. പക്ഷെ നിങ്ങളുടെ വരവും വളരെ നന്നായിരുന്നു. അഞ്ചല് തിരുവനന്തപുരത്ത് എവിടെയാ? ഞാൻ തിരുവനന്തപുരം മുരിക്കുമ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്ത്. മുരിക്കുമ്പുഴ. ഇപ്പൊ ഇതിനു വേണ്ടി ഇവിടെ വന്നതാണ്? അതെ. അവിടെ അത്യാവശ്യം ഈ സൈസ് പരിപാടിയൊക്കെ ചെയ്യാറുണ്ടോ? ഇല്ല, ഞാൻ ഇപ്പൊ താമസിക്കുന്ന തലശ്ശേരിയിലാണ്. തലശ്ശേരിയിൽ ജോലി ചെയ്യുന്നുണ്ട്. അവിടെ എന്താ ജോലി? ഞാൻ മാലാകനാണ്. മാലാകൻ. ഈ ഭൂമിയിലെ മാലാകന്മാരെ അറിഞ്ഞൂടെ? അതെ, അതിലൊരു മാലാകനാണ് ഞാൻ. അപ്പോൾ അവിടെ ഡാർക്ക് അടിച്ചിരിക്കുന്നതുകൊണ്ട് പുറത്തിറങ്ങിയാണ് ഇപ്പൊ കോമഡി എല്ലാം ചെയ്യുന്നത്. അതെ, ഹോസ്പിറ്റലിൽ. പക്ഷെ നിങ്ങൾ വേദനിച്ച് വരുന്നവരെ ഒരു ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ ഒരു ചെറിയ തമാശ പറയുക, ഒരു ഗുളിക കൊടുക്കുമ്പോൾ ഒരു തമാശ പറയുക, അങ്ങനെയൊക്കെ പറയുന്നത് അവർക്ക് അസുഖം മാറാൻ നല്ലതാണ്. അങ്ങനെ പറഞ്ഞ് ഒരുപാട് അബദ്ധവും പറ്റിയിട്ടുണ്ട്. എന്തു പറ്റി? അത് അതൊരു അനുഭവം ഞാൻ പറയാം. ഒരിക്കൽ ഈ കള്ളു കുടിച്ച ആൾക്കാർക്ക് അസൈറ്റിസ് എന്ന് പറഞ്ഞൊരു രോഗം വരും. അപ്പോൾ ഈ വയറിങ്ങനെ പെരുകിയിരിക്കും അവർക്ക്. അപ്പോൾ അവരിങ്ങനെ പെട്ടെന്ന് കാഷ്വാലിറ്റിയിൽ ഒരിക്കൽ കൊണ്ടുവന്നു, ഒരു രോഗീനെ കൊണ്ടുവന്നു. അപ്പോൾ ആളെ ഇങ്ങനെ കൊണ്ടുവന്ന് കിടത്തി. അപ്പം നമ്മളവിടെ സാധാരണ ചെയ്യുന്ന ഒരു ട്യൂബ് ഇട്ടിട്ട് ആ വെള്ളം ഊറ്റിയെടുക്കുകയാണ് പതിവ്. അപ്പം അങ്ങനെ കൊണ്ടുവന്ന് കിടത്തി. ഈ മാനേജ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട് രോഗികളോട് ചിരിച്ച് സംസാരിക്കണമെന്ന്. അപ്പോൾ ഈ പുള്ളിക്കാരൻ നല്ല വേദനയിൽ വന്ന് കിടക്കുക. അപ്പോൾ നല്ലൊരു ജിമ്മനായിട്ടുള്ളൊരു മോനുണ്ട്. മോനും വന്ന് അടുത്ത് നിൽപ്പുണ്ട്.
അപ്പോൾ ഞങ്ങൾ ചെന്ന് BP ഒക്കെ എടുത്തു. അപ്പോൾ അച്ഛനിങ്ങനെ വിളിക്കുന്നുണ്ട്, അയ്യോ ആ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഈ മാനേജ്മെൻറ്റ് ചിരിക്കണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഉടനെ ഞാൻ പറഞ്ഞു, എന്താ ചിരിക്കാത്തേ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ മോൻ എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞ്, വേദനയിൽ കിടക്കുന്ന ആളെടുത്ത് എന്താ ചിരിക്കാത്തതെന്നോ. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ പറ്റിയിട്ടുണ്ട്. അസ്ഥാനത്ത് കോമഡി പറഞ്ഞു. അല്ല, അവരോട് ചിരിച്ച് പെരുമാറണം എന്ന് പറയുന്നതിന് വേദന കിടക്കണവന് ഇക്കിളിട്ടിട്ട് എന്താ ചിരിക്കാത്തതെന്ന് ചോദിച്ചിട്ട് ഇവൻ അവർക്ക് കുറ്റം പറയുക. അതിൽ ചെറിയൊരു തെറ്റ് നിന്റെ ഭാഗത്ത് ഉണ്ട് കേട്ടോ, അങ്ങനെ ചോദിക്കാൻ പാടില്ല. തിരുവനന്തപുരത്തിന്റെ ഭാഷയില്ല കേട്ടോ, തിരുവനന്തപുരത്തിന്റെ ഭാഷയില്ല സംസാരിക്കുമ്പോൾ. അത് ഈ ഇംഗ്ലീഷ് സ്ലാങ് പിടിക്കാൻ കൂടുതൽ നോക്കാം. നേഴ്സുമാരായതുകൊണ്ട് വിദേശത്ത് പോകണം. അപ്പോൾ മാക്സിമം ഞാനിങ്ങനെ എല്ലായിടത്തും പോയി ഹായ് ഹലോ ഐ എം അൻസൽ, ഐ എം ജസ്റ്റ് ഫ്രം. പക്ഷേ ഈ തിരുവനന്തപുരം എത്തുമ്പോൾ ഞാൻ അറിയാം തിരുവനന്തപുരം എന്ന് പറഞ്ഞു. അപ്പോൾ പെർഫോമൻസ് സ്റ്റാർട്ട് ചെയ്യാം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഹലോ, ഹൗ ആർ യു കൃഷ്ണ ചേട്ടാ? ഐ ആം ഫൈൻ, താങ്ക് യു. ഇതാണ് പ്രശ്നം. എല്ലായിടത്തും നമ്മൾ കാണാതെ പിടിച്ച് വെച്ചിരിക്കുന്ന ഹൗ ആർ യു എന്ന് വെച്ചാൽ ഫൈൻ എന്ന് പറയണം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ റോഡിൽ വണ്ടി ഇടിച്ച് കിടന്നാലും ആരെങ്കിലും വന്ന് ഹൗ ആർ യു എന്ന് വെച്ചാൽ നമ്മൾ പറയും ഓ ഐ ആം ഫൈൻ എന്ന് പറഞ്ഞു പോകും. അത് നമ്മളിങ്ങനെ പഠിച്ചു വെച്ചൊരു കാര്യമാണ്. അത് ചില സാധനങ്ങൾ ഇപ്പോൾ ആഴകി ഇലയില എന്ന് പറഞ്ഞാൽ വായ കൊണ്ട് നമ്മൾ ഇടുമെന്ന് പറഞ്ഞ പോലെ ഉള്ളൂ. അത് ചെറുപ്പത്തിലെ പഠിച്ചു വെച്ചേക്കുന്ന സാധനമാണ്, മാറ്റാൻ പറ്റത്തില്ല. ഇംഗ്ലീഷിൽ നല്ലൊരു പ്രാവീണ്യം നേടി വിദേശത്ത് പോകണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അങ്ങനെ വിദേശത്ത് പോകാൻ എന്താണ് എളുപ്പ വഴിയെന്ന് ഇങ്ങനെ ആലോചിച്ചു. ഏത് കോഴ്സ് എടുത്ത് പഠിക്കും 10ാം ക്ലാസ് കഴിഞ്ഞാലെന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോൾ ബന്ധുക്കളൊക്കെ പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നീ നേഴ്സിങ്ങിന് പോകുമെന്ന് പറഞ്ഞു. കാരണം വിദേശത്ത് പോകാനുള്ളൊരു ഫ്രീ പാസ്പോർട്ടാണ് നേഴ്സിംഗ് എന്ന് ഒരു കിംവദന്തിയുണ്ട്. നേഴ്സിംഗ് പഠിക്കാൻ ചെന്ന് കോളേജിൽ കയറി, അവിടെ ചെന്നു. അപ്പോൾ ഈ സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയണം. അപ്പോൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ്റെ സമയത്ത് നമ്മളെല്ലാവരും ഇങ്ങനെ വളരെ സൂക്ഷിച്ച് നോക്കും ആരാണ് ഏറ്റവും നന്നായിട്ട് സെൽഫ് ഇൻട്രൊഡക്ഷൻ ഇംഗ്ലീഷിൽ പറയുന്നതെന്ന്. കാരണം അവനായിരിക്കും ആദ്യം വിദേശത്ത് പോകുന്നത്, അങ്ങനെയാണ് നമ്മൾ കരുതിയിരുന്നത്. അപ്പോൾ ഞങ്ങൾ അത്യാവശ്യം നന്നായിട്ട് സെൽഫ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞാൽ ഞാനായിരുന്നു. അപ്പോൾ അത്യാവശ്യം കടുക് വറുത്തതുപോലെ ഇംഗ്ലീഷ് പറഞ്ഞത് വേണ്ടി എന്നെ ഒരു കൂട്ടുകാരൻ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, അളിയ നീ എന്നെയും കൂടെ ഇംഗ്ലീഷ് പഠിപ്പിക്കണം, ഞാൻ മലയാളം മീഡിയത്തിലാണ് പഠിച്ചത്. ശരി, ബൂസ്റ്റ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി. കോയിഫിഷ്യൻ്റ് ഓഫ് ദ ലീനിയർ എക്സ്പാൻഷൻ ഈസ് ദി പ്രസൻസ് ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ ദ അറ്റ്മോസ്ഫിയർ ബട്ട് വൈ ആണ്. ഞാൻ പറഞ്ഞു ഓക്കെ, നിന്നെ ഞാൻ ശിഷ്യനാക്കിയിരിക്കുന്നു. അങ്ങനെ അവനെ ഞാൻ കൂട്ടി. പക്ഷേ അത്ര എളുപ്പമല്ലായിരുന്നു അവനെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ. ഞാൻ പിറ്റേന്ന് അവനെ ബേസിക് ഗ്രാമർ പഠിപ്പിക്കാമെന്ന് കരുതിയിട്ട് ഞാൻ അവൻ്റെ ബുക്കിൽ എഴുതി കൊടുത്തു, രാമൻ കിൽഡ് രാവണൻ, ഇതിലെ സബ്ജക്റ്റ് പറയടാന്ന് പറഞ്ഞു. അവൻ നോക്കി വായിച്ചു, രാമൻ കിൽഡ് രാവണൻ. എടാ ഇതെനിക്കറിയാം, ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ, നമ്മൾ 8ാം ക്ലാസ്സിൽ ഹിസ്റ്ററി പഠിച്ചതല്ലേ, ഹിസ്റ്ററി അല്ലേ സബ്ജക്റ്റ് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ അളിയ അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഇതിലെ കർത്താവും ക്രിയയും ഉണ്ട്, അതിലെ കർത്താവാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു. അപ്പം പിന്നെയും വായിച്ചു, രാമൻ കിൽഡ് രാവണൻ. എടാ ഇത് രാമായണോ അല്ലേ, കർത്താവ് എങ്ങനെ രാമായണത്തിൽ വരും, അത് ബൈബിളിലല്ലേ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്ത് നീ കുറച്ച് വൊക്കാബുലറി ഒക്കെ പഠിക്കണം, അപ്പോൾ നീ ഇംഗ്ലീഷ് സിനിമകൾ കണ്ടു തുടങ്ങണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു ഓക്കെ അതെനിക്ക് പറ്റും എന്ന് പറഞ്ഞ് അവൻ വീട്ടിൽ പോയി പിറ്റേന്ന് വന്നു, ഇംഗ്ലീഷ് സിനിമ കണ്ടു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ നീ ഏത് സിനിമയാണ് കണ്ടത്? അവൻ പറഞ്ഞു ഞാൻ ജുറാസിക് പാർക്കാണ് കണ്ടതെന്ന് പറഞ്ഞു. എനിക്ക് സന്തോഷമായി, കാരണം സ്റ്റീഫൻ സ്പൈൽബർഗിൻ്റെ ഒരു പടം അടിപൊളി ഇംഗ്ലീഷ് ആയിരിക്കും, അവൻ എന്തായാലും. ഞാൻ പറഞ്ഞു കഥ പറയടാന്ന് പറഞ്ഞു. അവൻ വളരെ സ്പഷ്ടമായിട്ട് എൻ്റെ കഥ പറഞ്ഞു തന്നു. ഞാൻ ഞെട്ടിപ്പോയി, കാരണം ഒരു ബേസിക് ഗ്രാമർ അറിയാത്ത ഒരുത്തന്നെ എങ്ങനെയാണ് ഇത്രയും നന്നായിട്ട് ഇംഗ്ലീഷ് സിനിമയുടെ കഥ പറഞ്ഞു തന്നു. അങ്ങനെ ഞാൻ ചോദിച്ചു വന്നപ്പോൾ എനിക്ക് മനസ്സിലായി അവൻ മലയാളം ഡബ് ചെയ്തതാണ് കണ്ടത്. ഈ സിനിമയുടെ കഥ പറയലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു വാക്കിലെല്ലാം നശിപ്പിച്ച ഒരാളുണ്ടായിരുന്നു. അതായത് ഈ സേതുരാമയ്യർ CBI എന്ന് പറഞ്ഞ പടം കാണാൻ വേണ്ടി ഞാൻ അകത്തോട്ട് കയറി. 2ാമത്തെ ഷോ, ആദ്യത്തെ ഷോ കഴിഞ്ഞ് 2ാമത്തെ ഷോയ്ക്ക് അന്നൊക്കെ ഇടികൊണ്ടല്ലേ ഈ മമ്മൂട്ടിപ്പടം 2ാമത്തെ ഷോ ടിക്കറ്റ് എടുത്ത് കുത്തി കയറി. ഞാൻ കയറാൻ പോകുമ്പം കഴിഞ്ഞ ഷോ കഴിഞ്ഞിറങ്ങി ടിക്കറ്റ് കയറിയിട്ട് മറ്റേ പുള്ളിയോട് നമ്മുടെ വാതിക്ക് വെച്ച് എൻ്റെ ആരോട് ചോദിച്ചു, ചേട്ടാ പടം എങ്ങനെയുണ്ട്? നല്ല പടമാണ്, ജഗദീഷ വില്ലൻ. പുള്ളി ഒറ്റ സ്റ്റേറ്റ്മെന്റ്, അതോടുകൂടി സിനിമ കാണാനുള്ള സർവ്വരസവും പുള്ളി തീർത്ത് കയ്യിലേക്ക് തന്ന്. അവിടെ ജഗദീഷ് വില്ലനായതുപോലെ യവനായിരുന്നു എൻ്റെ വില്ലൻ. അപ്പോൾ യവന് ഞാൻ അനാട്ടമി ടെസ്റ്റ്, അപ്പോൾ നമ്മുടെ അനാട്ടമി എന്ന് പറഞ്ഞാൽ ശരീരഭാഷ പഠിക്കുന്ന ടെസ്റ്റാണ് നേഴ്സിങ്ങിൽ. അപ്പോൾ ഞാൻ അതെടുത്തിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, അക്ഷരങ്ങൾ വായിക്ക്, എത്രത്തോളം നിനക്ക് വായിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. അവൻ വായിച്ച് തുടങ്ങി, വിക്കി തുടങ്ങി. അങ്ങനെ വായിച്ച് വന്നപ്പോൾ അവൻ ഒരു അക്ഷരം പറഞ്ഞു, വാക്ക് പറഞ്ഞു, ഫട്ടൂരി. അപ്പോൾ ഞാൻ ഈ ഫട്ടൂരി എന്താണ്, ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ഇംഗ്ലീഷിൽ എന്താണെന്ന്. ഞാൻ വായിച്ചു നോക്കി, അത് എഴുതിയിരുന്നത് ഫ്യൂച്ചർ എന്നായിരുന്നു. ഞാൻ പറഞ്ഞു, നീ ഫ്യൂച്ചറിനെ ഫട്ടൂരി എന്ന് വായിച്ചു, അപ്പോൾ നീ നേച്ചറിനെ എന്താ നട്ടൂരി എന്ന് വായിക്കൂ. അവൻ പിന്നെ വായിച്ച് പോയി. അപ്പോൾ അടുത്ത വാക്ക് വന്നു, മറക്കല്ലേ. ഞാൻ നോക്കി, അപ്പോൾ അവൻ അതിലെഴുതിയിരുന്നത് മിറാക്കിൾ എന്നായിരുന്നു.
അവനിപ്പോൾ ലണ്ടനിലുണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ മെസ്സേജ് അയച്ചു, അളിയ ഐ ഗോട്ട് എ ചാൻസ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഫണ്ട്സ് അപ്പോൺ എ ടൈം, ഐ എം ഗോയിങ് ടു സീ രമേശ് പിഷാരടി എന്ന് വെച്ചു. അപ്പോൾ അവൻ തിരിച്ചയച്ചു, ഓ ദാറ്റ്സ് കൂൾ മാൻ, ദാറ്റ്സ് ഫ്ലാബർ ഗ്യാസ്റ്റഡ്. അത് ഞാനും കേട്ടിട്ടില്ല പ്രസാദ് ഏട്ടാ, എന്താണെന്ന് അറിഞ്ഞൂടെ. ശശി തരൂർ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞാൻ. അങ്ങനെ ഞാനിത് അറിയാൻ വേണ്ടിയിട്ട് ഗൂഗിളിൽ പോയി തപ്പി. ഫ്ലാബർ ഗ്യാസ്റ്റഡിൻ്റെ അർത്ഥം സർപ്രൈസ്ഡ് എന്നായിരുന്നു. സർപ്രൈസ്ഡ് എന്നുള്ളതിനാണ് ഫ്ലാബർ ഗ്യാസ്റ്റഡ്. ഏതാണ്ടൊക്കെ അറിയാമല്ലോ. അങ്ങനെ ഫ്ലാബർ ഗ്യാസ്റ്റഡ് ആയിപ്പോയി. സത്യം പറഞ്ഞാൽ ഞാനാണ് ഫ്ലാബർ ഗ്യാസ്റ്റഡ് ആയിപ്പോയത്. ഞാൻ തിരിച്ചു, ഓ യു ആർ സ്പീക്കിംഗ് ഗുഡ് ഇംഗ്ലീഷ് മാൻ, ഹൗ ഇസ് പോസിബിൾ എന്ന് ചോദിച്ചു. അപ്പം പറഞ്ഞു, ഇറ്റ്സ് ജസ്റ്റ് ഫ്ലോക്സിനോക്സി നിഹിലിഫിലിഫിക്കേഷൻ. അത് ഞാൻ ഗൂഗിളിൽ നോക്കാൻ പോയില്ല, കാരണം എനിക്ക് അത് താങ്ങാനുള്ള ശേഷിയില്ല, എന്നാൽ ഞാൻ നോക്കിയില്ല. ഞങ്ങൾ പഞ്ചവർണ്ണത്തത്ത എന്ന് പറഞ്ഞ പടം ഡയറക്റ്റ് ചെയ്യുന്ന സമയത്ത് അതിലൊരു കോമഡിക്ക് വേണ്ടിയിട്ട് അഡ്വക്കേറ്റ് എന്തോ ആണ് സലീമേട്ടൻ്റെ പേര്. അപ്പോൾ അഡ്വക്കേറ്റ് എന്നുള്ളതിന് പകരം ഇയാൾ അസ്വ എന്നെഴുതിക്കൊണ്ട് ഇതിൽ ഡാ തിരിച്ചിട്ടതാണല്ലോ, ഡായും സായും തമ്മിൽ തിരിച്ചിടാൻ പറ്റില്ല. അങ്ങനെ അസ്വ എന്നെഴുതിയിട്ട് 2 കുത്തിട്ടുകൊണ്ട് വന്നിട്ട് 1000 ഫ്ലക്സ് അടിച്ചു എന്നൊരു തമാശ പ്ലാൻ ചെയ്തു. എന്നിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ സലീമേട്ടൻ ഇതെടുത്തിട്ട് പറയടോ ഇത് ഇങ്ങനെയല്ല വെക്കണ്ടേ, ഇത് തിരിച്ചു വെക്കാൻ പറയുമ്പോൾ ഇയാൾ ഇങ്ങനെ തിരിച്ചു വെക്കുമ്പോൾ അത് ഇട്ടാന്നുള്ള അക്ഷരമാവും, അട്വ എന്നാവും. അപ്പോഴും 2000 അങ്ങനെ ട്രിമ്പി അങ്ങനെ ഒരു സാധനം ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലക്സ് പ്രിൻ്റ് അടിച്ചുകൊണ്ട് വന്ന് ഈ സാധനം അവിടെ നമ്മൾ തമാശയ്ക്ക് വേണ്ടി ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൊക്കേഷൻ കാണാൻ വന്ന ഒരാൾ, ഹലോ രമേഷ് ഒന്ന് വരണം എന്നൊക്കെ കുറേ പേര് എൻ്റെ അടുത്ത് വന്നിട്ടേ, നിങ്ങൾ ആദ്യമായിട്ടൊരു പടമൊക്കെ ചെയ്യല്ലേ, അതെ നിങ്ങൾ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ചോദിച്ചു എന്താ ഇവിടെ ആരും ശ്രദ്ധിച്ചിട്ടില്ല, അഡ്വ എന്നുള്ളതിന് കണ്ടോ നിങ്ങൾ അസ്വ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ് സീരിയസ് ആയിട്ട് പറഞ്ഞിട്ട് പോയി. പുള്ളിക്കത് തമാശ എന്ന് പോലും മനസ്സിലാവുന്നില്ല. അപ്പം അതേപോലെ തന്നെ എവൻ്റെയും പ്രശ്നം. അപ്പോൾ എവൻ ഇങ്ങനെ അയച്ചു, ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ തിരിച്ചയച്ചു, മാൻ യു ഗോട്ട് എ ഗുഡ് ഫട്ടൂരി, ലെറ്റ് ദ ഗോഡ് ഷോ സം മറക്കല്ലേ. ഓക്കെ താങ്ക് യു, ദിസ് ഈസ് പെർഫെക്റ്റ്. ഓക്കെ കോൺ ആൻഡ് ദ ബാക്ക് ആൻഡ് ദ ടാൻ അജിറ്റൂസ് അബിറ്റൂസ്. Answer. That was a super fantabulous performance. Super. Yeah. Awesome. What should I? That was a super fantabulous performance. Awesome. Super. I know this is just floccinocin nihilifilification. ഈ കൂട്ടുകാരെന്ന് പറഞ്ഞല്ലോ, അത് ശരിക്കും നീയല്ലേ? ഇല്ല, അവൻ്റെ പേര് ഇവിടെ പറയരുതെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അവൻ്റെ പേര് പറയാം. അവൻ്റെ പേര് അഖിൽ എന്നായിരുന്നു. പേര് പറയരുതെന്ന് പറഞ്ഞാൽ നമ്മളത് കൃത്യമായിട്ട് പറയും. അവൻ ഇപ്പൊ കാനഡയിൽ ഇരുന്നത് കാണുന്നുണ്ടാവും. അതെ, കാനഡയിലാണ്. അൻസിലിൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ഈ സാധാരണ അവിടെ നിന്ന് പെർഫോം ചെയ്ത് കഴിയുമ്പോൾ ഈ ഓരോ പെർഫോമൻസിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കൗണ്ടർ ഇങ്ങനെ രമേശ് പിഷാരടി പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ഞാനൊരു അത്ഭുതത്തോടെ ഇങ്ങനെ കാണുന്ന ഒരു സംഭവമാണിത്. പക്ഷേ ഇപ്രാവശ്യം രമേശ് പറഞ്ഞപ്പോൾ അതിൻ്റെ മുകളിൽ പുള്ളി കയറി കൗണ്ടർ അടിച്ചു പലപ്പോഴും. ഏതെങ്കിലും ഒരു കാലത്ത് ഇപ്പം നമ്മൾ ഇവിടെ നിന്ന് ചിരിച്ച് വർത്താനം പറഞ്ഞു എന്നൊക്കെയുള്ളൊരു പരിചയം എന്തെങ്കിലും ഒരു ആവശ്യമായിട്ട് ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി നിന്റെ മുന്നിലേക്ക് വന്നാൽ ഒരു പരിഗണന തന്നേക്കണേ. പണ്ട് ഞാൻ തമാശ പറഞ്ഞപ്പോൾ ചിരിച്ചില്ല എന്ന് പറഞ്ഞൊരു കൂത്തരുത്. ഞാൻ അമ്മയുടെ ഷോ നടക്കുമ്പോൾ പെട്ടെന്ന് മണിയമ്പിള്ള രാജചേട്ടന് അമ്മയുടെ ഷോ എറണാകുളത്ത് റിഹേഴ്സൽ നടക്കുക. അപ്പം മണിയമ്പിള്ള രാജചേട്ടന് ഷുഗറിൻ്റെ ഒരു മരുന്ന് മേടിക്കണം, ഇൻസുലിൻ മേടിക്കാൻ വേണ്ടി പോകണം. അപ്പം മണിയമ്പിള്ള രാജൻ നല്ല ടീഷർട്ട് കണ്ണാടി സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ ഒരു മെഡിക്കൽ ഷോപ്പിൽ ചെന്ന് നിർത്തി. മണിയമ്പിള്ള രാജചേട്ടൻ എന്നെ കണ്ടപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് മണിയമ്പിള്ള രാജചേട്ടൻ ചെന്നിട്ട് ഇൻസുലിൻ രണ്ടെണ്ണം മേടിച്ചപ്പോഴത്തേക്ക് ഈ അവിടെ എടുത്തു കൊടുക്കുന്ന പെങ്കൊച്ചി ചോദിച്ചു, സാറിന് ഷുഗർ ഉണ്ടോ എന്ന് ചോദിച്ചു. ഇവിടുന്ന് മണിയമ്പിള്ള രാജചേട്ടൻ, എനിക്കല്ല നെവിൻ പോളി അവിടെ ഷുഗർ കയറി വയ്യാതിരിക്കുക, ഞാൻ കൊടുക്കാൻ വേണ്ടി മേടിക്കാൻ വന്നതാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് പോവുകയാണ്. സമയം പോയത് അറിഞ്ഞില്ല അല്ലേ? പക്ഷേ തീർന്നിട്ടില്ല, തമാശയും കോമഡിയും. മനസ്സിലായാ? ഇല്ല, എനിക്കറിയാം കേശവ മാമൻ. അതല്ല, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ നിങ്ങളുടെ ട്രൂപ്പിൽ വന്നിട്ടുണ്ട്. എൻ്റെ ട്രൂപ്പിൽ ഇന്റർവ്യൂവിന് ഞാൻ പങ്കെടുത്തിട്ടുണ്ട് ചേട്ടൻ. കൊച്ചിൻ ഗിന്നസ്. അത്രയും കലാകാരന്മാരവിടെ വന്നിട്ട് ചേട്ടൻ എന്നെ മാറ്റി നിർത്തിയിട്ട് എൻ്റെ ചെവിയിലൊരു കാര്യം പറഞ്ഞു. എന്ത്? അവർക്കൊന്നും ഇല്ലാത്തൊരു കഴിവ് എനിക്കുണ്ടെന്ന്. എന്നിട്ടും ചേട്ടൻ എന്നെ ട്രൂപ്പിലെടുത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും വിളിക്കാതിരിക്കില്ല. ഇല്ല, എന്നെ എടുത്തില്ല. ഇല്ല, ഞാൻ വിളിക്കാതിരിക്കില്ല. എന്താ ഞാൻ പറഞ്ഞെന്താണ്? എനിക്ക് നല്ല കഴിവുണ്ടെന്ന് പറഞ്ഞില്ലേ? അല്ല, ഞാൻ പറഞ്ഞ പ്രത്യേകത എന്ത് പ്രത്യേകത നിങ്ങൾക്ക് ഉള്ളതെന്ന് പറഞ്ഞു. എനിക്ക് സഭാകമ്പം ഉണ്ടെന്ന് ചേട്ടൻ പറഞ്ഞില്ലേ? സഭാകമ്പം? എന്നിട്ട് പോലും എടുത്തില്ല പിഷാരടി. സഭാകമ്പം ഉണ്ടെന്ന് പറയുന്നത് സ്റ്റേജ് ചെയ്യേണ്ട എന്തൊരു കഴിവല്ല.
പിന്നെ സഭാകമ്പം എന്ന് പറയുന്നത് സ്റ്റേജിൽ കയറുമ്പോൾ കാലിന്റെ മുട്ട് കൂട്ടിയിടിക്കുന്നതിന് പറയുന്ന പേരാണ് സഭാകമ്പം എന്ന് പറയുന്നത്. അതാണല്ലേ. ആ പക്ഷെ അതൊക്കെ മാറിയിട്ടാ, അതൊക്കെ പോയി, അത് വേറെ വിട്ടേക്ക്. പിന്നെ ഞാൻ ഈ അടുത്തിടക്ക് ഒന്നും കൂടി വന്നായിരുന്നു വീട്ടിൽ. ആണോ? ആ, ചേട്ടൻ ഉറങ്ങണല്ലേ, വന്ന് ഫോൺ ചെയ്തിട്ട്. എന്തായിരുന്നു? 11 മണിക്ക് വരാൻ വേണ്ടി ഞാൻ 12 മണിക്കാണ് വന്നത്. അതാണ് ഒരു കലാകാരന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. എന്താ? അഡ്വാൻസ് അല്ലേ? അഡ്വാൻസ് അല്ല, കൃത്യനിഷ്ഠ. ആ കൃത്യസമയത്ത് 11 മണിക്ക് തന്നെ എത്തണം. അപ്പൊ എന്നാലും എന്തെങ്കിലും ഒരു സംഭവം കൂടി തരാൻ വേണമെങ്കിൽ ഞാനിപ്പോ ഒന്ന് പ്രാക്ടീസ് ഒക്കെ സെറ്റപ്പ് ആയി പുള്ളി ഇവിടെ കുറച്ച് നാളായിട്ട് നമ്മുടെ കൂടെ ഉള്ള ആളാണ്. ഇവിടെ നിന്ന് ചെറിയ ചില കഴിവുകളൊക്കെ പുള്ളിക്കുണ്ട്. അപ്പോ സ്നേഹത്തോടു കൂടി ഇതങ്ങോട്ട് സ്വീകരിച്ച് ട്രൂപ്പിലേക്ക് കൊണ്ടുപോവാണെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര ഉപകാരമായിരുന്നു. എതിരില്ലാതെ സ്വീകരിക്കണം. അല്ല, എന്താണ് പുള്ളിക്കുള്ള കഴിവെന്നൊന്ന് കണ്ടാലേ അറിയാം. മാമൻ എന്തെങ്കിലും ഒരു കഴിവ് കാണിച്ചു കൊടുക്കാം. എന്നാലേ. അല്ല, എന്താ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു, എന്ത് വേണമെങ്കിലും പറഞ്ഞു, ഞാൻ ചെയ്യാം. അല്ല, എന്താന്ന് എനിക്കറിയില്ലല്ലോ, നിങ്ങളുടെ കഴിവ് എന്താന്ന് എനിക്ക്. ഞാൻ മിമിക്രിയിൽ ഞാൻ വെറൈറ്റി ആയിട്ട് നമ്മുടെ പ്രേം നസീർ സാറിന്റെ സൗണ്ട് അനുകരിക്കും. ഓഹോ, അതെന്ത് വെറൈറ്റിയാണ് ചേട്ടാ, എന്ത് വെറൈറ്റിയാണ് അതിന്. എത്ര കാലം ആദ്യത്തെ മിമിക്രിക്കാരൻ തൊട്ട് അനുകരിക്കുന്ന ഒരു ശബ്ദം. ആലപ്പിയ ഷെഫ് ആദ്യം കാണിക്കാൻ തുടങ്ങിയ ശബ്ദമാണ് ഈ പ്രേം നസീർ എന്ന് പറയുന്നത്. അത് നാച്ചുറൽ അല്ലേ? നാച്ചുറൽ അല്ലേ ഞാൻ ചെയ്യാൻ പോണത്? പിന്നെ പ്രേം നസീറിന് പനി വന്നാലുണ്ടാകുന്ന ശബ്ദം, പനി വന്നുള്ള ശബ്ദം വേരിയേഷൻ ചെയ്യാൻ പോണത്. അത് നമ്മൾ ഇത്രയും കാലഘട്ടത്തിൽ ഇത്രയും TV പരിപാടികളിലും മിമിക്രികളും ഒക്കെ കണ്ടിട്ടും പ്രേം നസീർ സാറിന് പനി വന്ന ശബ്ദം ലോകത്ത് ആദ്യമായിട്ടായിരിക്കും ഞാനിത് ചെയ്യണത്. പ്രേം നസീർ സാറിന് പനി വന്ന ശബ്ദം ലോകത്ത് ആദ്യമായിട്ടായിരിക്കും ഞാനിത് ചെയ്യണത്. ഒന്ന് കാണിക്കുവോ? കാണിക്കാം. ഒന്ന് ആക്ഷൻ ചെയ്തോ. അമ്മേ, എനിക്ക് വയ്യാമ്മേ, എനിക്ക് പനിയാണെന്ന് തോന്നുന്നു അമ്മേ, ഞാൻ എന്ത് ചെയ്യും? തലവേദനയും ഉണ്ടല്ലോ, പ്രസാദിട്ടാ മാറി നിൽക്കിൻ. ഇതാണോ പ്രേം നസീറിന്റെ ശബ്ദം? അങ്ങനെയല്ല അദ്ദേഹത്തിന്റെ ശബ്ദം. അമ്മേ, അങ്ങനെയാണ് പറയേണ്ടത്. പനി വന്ന പ്രേം നസീറിന്റെ ശബ്ദം ചേട്ടൻ കേട്ടിട്ടുണ്ടാ? കേട്ടിട്ടുണ്ടാ? പനി വന്ന ശബ്ദം മാറ്റം ഉണ്ടാവും. ഇനി ആരാലും ശബ്ദം മാറിപ്പോകൂലേ? മാറിപ്പോവും. ഇനി വേറെന്താ വെറൈറ്റി ഉള്ളത്? വെറൈറ്റി ആയിട്ട് ഇനി ഉള്ളത്, ഞാൻ ഒരു കാര്യം ചെയ്യാം. ജയനി പനി വന്ന് എടുക്കണം. പനി വേണ്ട, വേണ്ട, പനി വേണം നിർബന്ധമില്ല. എങ്കിൽ പിന്നെ സുകുമാരനെ പനി വന്ന ശബ്ദം എടുത്താൽ. അതെങ്ങനെയാ? എങ്ങനെയാ അത്? അയ്യോ പനി. പിന്നെ വെറൈറ്റി ആയിട്ടെന്ന് പറഞ്ഞാല് നമുക്ക്, ഞാനിപ്പോ ചേട്ടന്റെ ഫ്രണ്ട്സാണ് ഇവര്. ആര്? സിദ്ദിഖ് ലാല്. അവരുടെ ശബ്ദം അവർ വയസ്സായിട്ടുള്ള ശബ്ദം എടുക്കാം. വയസ്സായെന്ന് പറഞ്ഞാൽ ഇനിയും വയസ്സായിട്ട്? ഇനിയും തീരെ പ്രായമായ ഒരു ശബ്ദം. ആരുടെ ശബ്ദമാണ് ആദ്യം എടുക്കുന്നത്? രണ്ടുപേരെ ശബ്ദം. സിദ്ദിഖ് സാറിന്റെ ശബ്ദം. ഞാനും ലാലും കൂടെ പണ്ട് കൊച്ചിൻ കലാഭവനിൽ വരുന്ന സമയത്ത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ വരുന്ന സമയമായിരുന്നു അന്ന് ഞാനും ലാലും പിന്നെ പ്രസാദും ഒക്കെ ചേർന്നാണ് കലാഭവൻ മുന്നോട്ട് കൊണ്ടുപോയത്. അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നതിന് വേണ്ടിയിട്ട് ശ്രീ ലാലിന് മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. ശ്രീ ലാൽ. പണ്ടത്തെ കാര്യം പറയുമ്പോൾ ഞാനും ശ്രദ്ധിക്കും പ്രഭാവം കൂടി ചേർന്നാണ് കലാവല്ലോ. സമയത്ത് ഞാൻ സിനിമയിൽ വരികയും ഞാൻ അവിടെ വെച്ച് ഒരു പാട്ട് പാടുകയും ചെയ്തു. അത് സൂപ്പർ ഹിറ്റായിരുന്നു അക്കാലത്ത്. അത് എനിക്ക് ഓർമ്മ വരുന്നത്. കടകട പെണ്ണ സഹനായി പെരുകുന്നതിൻ്റെ കടകട പെണ്ണ സഹനായി പെരുകുന്നതിൻ്റെ. അപ്പോൾ ഏതായാലും നിങ്ങളുടെ മിമിക്രിയൊക്കെ വളരെ നന്നായിട്ടുണ്ട്. പ്രോഗ്രാമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ഗൾഫിൽ നിന്ന് 1-2 പ്രോഗ്രാം വന്നിട്ടുണ്ട്. അത് ശരിയാ. അപ്പൊ അതിന് വേണമെങ്കിൽ നമുക്ക് കൊണ്ടുപോകാനൊന്ന് ആലോചിച്ചാൽ. പക്ഷെ പുള്ളിനെ കൊണ്ടുപോകാൻ പറ്റൂല. എന്താ? എയർപോർട്ടിൽ ഇപ്പൊ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുവേ. അപ്പൊ നിങ്ങളുടെ എല്ലാ നടന്മാർക്കും പനി പിടിച്ചിരിക്കുന്ന കാരണം ഗൾഫിൽ പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്നാ ഞാൻ പനിയില്ലാതെ നടനായിട്ട് വരാം കേട്ടാ. ഓക്കെ, വിഷുവിന് വെച്ചിട്ടുണ്ടേ. അപ്പോൾ മൊത്തത്തിൽ നമ്മുടെ എപ്പിസോഡ് ഫ്ലവർ കാസ്റ്റിംഗ് ആയിരുന്നു. ഇനി അങ്ങോട്ടുള്ള എപ്പിസോഡുകളും ഫ്ലവർ കാസ്റ്റിംഗ് ആയിരിക്കും. ഇതുപോലുള്ള പുതിയ വാക്കുകൾ നമ്മൾ പഠിക്കുകയും ചെയ്യും. സോ until then it's bye from Once Upon a Time.